മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട യുവാക്കളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പോലീസിലേക്ക് PSC സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നു. ഇതിൻ്റെ കാറ്റഗറി നമ്പർ 212/2024, ഡേറ്റഡ് 21/7/2024 ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഗസറ്റ് വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത്. അതായത് ഭരണഘടനയുടെ വ്യക്തമായ ലംഘനമാണ് ഇവിടെ നടക്കുന്നത്. ഈ വിജ്ഞാപനം നമ്മൾ ഗൂഗിളിൽ പരിശോധിക്കുമ്പോൾ ശരിയായിട്ടാണ് കാണുന്നത്. 212/2024, ഡേറ്റഡ് 21/7/2024 പരിശോധിക്കുമ്പോൾ PSCയുടെ സൈറ്റ് തന്നെയാണ് കാണുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 16 4 പ്രകാരം മതപരമായ റിസർവേഷന് അനുവദനീയമല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ മുസ്ലിമുകൾക്ക് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുവാൻ കഴിയുകയില്ല എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിനു ഞാൻ പറയാനുള്ള കാരണം 2024 അതായത് 22/5/2024 കൽക്കത്ത ഹൈക്കോടതി പുറപ്പെടുവിപ്പിച്ച ഉത്തരവ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അതായത് മുസ്ലിം വിഭാഗത്തിന് റിസർവേഷൻ അനുവദനീയമല്ല എന്ന് ആ വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇത്രയും നാൾ നടത്തിയിട്ടുള്ളത് ഭരണഘടനയുടെ ലംഘനമാണെന്ന്. ഏതെങ്കിലും ഒരു മതത്തിൽ ജാതി ഉണ്ടെങ്കിൽ അത് ഹിന്ദു മതത്തിലാണ്. ഇസ്ലാം മതത്തിലും ക്രിസ്ത്യൻ മതത്തിലും ജാതിയില്ല എന്നാണ് അവർ വിശ്വസിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജാതിപരമായ സംവരണത്തിനും അവർക്ക് അർഹതയില്ല. ഹിന്ദു മതത്തിൽ ജാതിയിൽ അവശത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് OBC OEC വിഭാഗത്തിൽപ്പെട്ട ഈഴവ തുടങ്ങിയ മറ്റു പിന്നോക്ക വിഭാഗങ്ങൾക്ക് ലഭിക്കുന്ന സംവരണമാണ്. അത് അവർക്ക് മാത്രം അർഹതപ്പെട്ടതുമാണ്. അതനുസരിച്ചാണ് കേരളത്തിൽ ഹിന്ദുക്കളിൽപ്പെട്ട ഈഴവ, ധീവര, വിശ്വകർമ്മ, കുടുംബി, SC/ST വിഭാഗങ്ങൾക്ക് റിസർവേഷൻ നൽകുന്നത്. അപ്രകാരം റിസർവേഷൻ നൽകി ഒരു വിജ്ഞാപനം പുറപ്പെടുവിപ്പിച്ച് അതിൻ്റെ പരീക്ഷ നടത്തി റിസൾട്ട് വരുമ്പോൾ SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്ക് അനുവദനീയമായിട്ടുള്ള പോസ്റ്റുകൾ തികയാതെ വരുമ്പോൾ മാത്രമാണ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി ഇത്രയും നാൾ നമ്മൾ കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ PSCയിൽ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ ഇതിലെന്തോ കളവ് നടന്നിട്ടുണ്ടെന്ന് നമ്മൾക്ക് വ്യക്തമാണ്. കേരളത്തിലെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കും തിരഞ്ഞെടുപ്പ് നടത്തുന്നത് PSC ആണ്. അതായത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. അതിൽ പോലീസിലേക്ക് ആളെ എടുക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഭാഗമാണ്. കാരണം പോലീസ് സേന ഒരു രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനുള്ളതാണ്. എന്ത് ആഭ്യന്തര പ്രശ്നം വരുമ്പോഴും അവരാണ് ജനങ്ങളുടെ സംരക്ഷണം വരെ ഏറ്റെടുക്കേണ്ടത്. എന്നാൽ അതിലേക്ക് ഇത്തരത്തിലുള്ള ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തുമ്പോൾ ജനങ്ങളുടെ സുരക്ഷയെ തന്നെ അത് ബാധിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ന്യൂസ് പത്രങ്ങളിൽ വന്നിരുന്നു. ചില പോലീസുകാർ പാസ്പോർട്ട് വെരിഫിക്കേഷൻ നടത്തി നൽകിയപ്പോൾ അവരുടെ ആൾക്കാർക്ക് വേണ്ട ഒത്താശ ചെയ്തതിൻ്റെ ഫലമായി തീവ്രവാദികൾ വരെ വിദേശത്തേക്ക് കടന്നു പോയിട്ടുണ്ടെന്ന് ആ പോലീസുകാർക്കെതിരെ ഇപ്പോൾ അന്വേഷണം നടത്തുകയും ആ പോലീസുകാരെല്ലാം ഒളിവിൽ പോവുകയും അവർക്കെതിരെ ലൂക്കോസ് നോട്ടീസ് പുറപ്പെടുവിപ്പിച്ചിട്ടുണ്ടെന്ന വാർത്ത നമ്മൾ വായിച്ചിട്ടുള്ളതാണ്. ഇത് നമ്മളുടെ രാജ്യത്തിൻ്റെ ആഭ്യന്തര സുരക്ഷയെ തന്നെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ മതത്തിൽ നിന്ന് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തി പോലീസിനെ തിരഞ്ഞെടുക്കുമ്പോൾ മറ്റു മതസ്ഥരായ ഇതര വിഭാഗങ്ങൾക്ക് എന്ത് സംരക്ഷണമാണ് ഈ പോലീസിൽ നിന്ന് ലഭിക്കുവാൻ പോകുന്നതെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. 22/5/2024 കൽക്കത്ത ഹൈക്കോടതിയുടെ വിധി വന്നപ്പോൾ തന്നെ പല മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അതായത് മുസ്ലിം മതവിഭാഗത്തിന് റിസർവേഷൻ അനുവദനീയമല്ല എന്ന്. അതിനെതിരെ തന്നെ നിയമ നടപടി സ്വീകരിക്കേണ്ട സമയം അതിക്രമിച്ചു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് മുസ്ലിമുകൾക്ക് വേണ്ടി നടത്തുന്നത്. അത്തരത്തിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് നടന്നാലുള്ള അപകട സാധ്യത കൂടി നിങ്ങൾ നോക്കുക. കാരണം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട ഒരു പോലീസ് സേനയിലേക്ക് ഇത്തരക്കാർ കടന്നു വന്നാലുള്ള ആപത്ത് എടുത്തു പറയേണ്ട ആവശ്യമില്ല. 2 ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം കൂടി നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിർമ്മല കോളേജിൽ നിസ്കരിക്കുവാൻ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് ആ കോളേജിൽ പഠിക്കുവാൻ വന്ന വിദ്യാർത്ഥികൾ പ്രശ്നമുണ്ടാക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇവർ പഠിക്കുവാനല്ല വന്നിട്ടുള്ളത്. ഇവിടെ മതം പ്രചരിപ്പിക്കുന്നതിനും അവരുടെ ആധിപത്യം അടിച്ചേൽപ്പിക്കുന്നതിനുമാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ OBC OEC വിഭാഗത്തിൽപ്പെട്ട എല്ലാ സാമുദായിക സംഘടനകളും ഒന്നിച്ചുകൊണ്ട് ഇതിന് ഒരു നിയമ നടപടിക്ക് മുന്നിട്ട് ഇറങ്ങേണ്ടത്. SNDP ആണ് ഇതിലേറ്റവും ശക്തമായ സാമുദായിക സംഘടന.
മറ്റുള്ള സാമുദായിക സംഘടനാ നേതാക്കന്മാരുമായി കൂടിയാലോചിച്ച് നിയമപരമായ നടപടി സ്വീകരിക്കണം. അതായത് കോടതിയെ സമീപിക്കണമെന്ന് അതിനർത്ഥം. അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും കിട്ടേണ്ട ഗവൺമെൻറ് ജോലിയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമെല്ലാം ഇവർ തട്ടിയെടുത്ത് ഗവൺമെൻറ്റിൻ്റെ ഔദ്യോഗിക സ്ഥാനങ്ങൾ അവർ നിയന്ത്രിക്കാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് ഈ കേരളത്തിൽ ജീവിക്കുവാൻ തന്നെ കഴിയുകയില്ല എന്ന യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കുക. സാമുദായിക സംഘടനാ നേതാക്കന്മാരുടെ തൊഴിൽ യുവാക്കളുടെ വിവാഹം നടത്തലും മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കലുമല്ല. ആ സമുദായത്തിൻ്റെ ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടിയാണ് SNDP എന്ന ഒരു സംഘടനയുണ്ടാക്കിയതും മറ്റു സാമുദായിക സംഘടനകളും അവർക്ക് യോജിച്ച വിധത്തിൽ സാമുദായിക സംഘടനകൾക്ക് രൂപം കൊടുത്തത്. ഇപ്പോൾ സാമുദായിക സംഘടനയുടെ നേതൃസ്ഥാനത്തിരിക്കുന്നവരുടെ ആകെയുള്ള ഒരു തൊഴിൽ മരണാനന്തര ചടങ്ങും വിവാഹവുമായി ചുരുങ്ങിയിരിക്കുന്നു. അതിലെ സാമ്പത്തികമായ നേട്ടവും ആ കസേരയ്ക്കും വേണ്ടി അവർ ജീവിക്കുന്ന ഗതികെട്ട അവസ്ഥയിലാണ് ഈ സാമുദായിക നേതാക്കന്മാർ ഇന്ന് എത്തിപ്പെട്ടിരിക്കുന്നത്. വിവരമില്ലാത്ത വിവരദോഷികളാണ് ഇന്ന് അത് ഭരിക്കുന്നത്. 22/5/2024 കൽക്കത്ത ഹൈക്കോടതിയുടെ വിധിപ്രകാരം മതപരമായ സംവരണവും ന്യൂനപക്ഷ സംവരണവും അനുവദനീയമല്ല. ഈ ആർട്ടിക്കിൾ 16 4 പ്രകാരം അങ്ങനെ ചെയ്താൽ അത് ഭരണഘടനാ ലംഘനമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിപ്പിച്ചാൽ അത് മറ്റു സംസ്ഥാനങ്ങൾക്കെല്ലാം ബാധകമാണ്. കൽക്കത്ത ഹൈക്കോടതിയുടെ വിധി കേരളത്തിനും ബാധകമാണ്. PSCയുടെ ഔദ്യോഗിക വെബ്സൈറ്റിലേക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും നൽകുന്നുണ്ട്.